നമസ്കാരം. ഇന്ത്യൻ സിനിമയും അധോലോക നായകരും തമ്മിലുള്ള അവിഹിത ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, സിനിമ തുടങ്ങിയ കാലം മുതലുണ്ടെന്ന് പറയാം. കടന്നു വരുന്ന ഓരോ നായികയും, പുതുതായി കടന്നു വരുന്ന ഓരോ നായികയും ഓരോ അധോലോക നായകൻ്റെ കീപ്പായിരുന്നു എന്ന കഥകളും നമ്മൾ ഹിന്ദി സിനിമാ സിറ്റികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ബോംബെയിലാണല്ലോ ഈ അധോലോക നായകന്മാരെ എല്ലാം വിഹാര കേന്ദ്രം. അവിഹിത വഴികളിലൂടെ ഡ്രോണുകൾ ഉണ്ടാക്കുന്ന കോടികൾ വലിയ പലിശയ്ക്ക് സിനിമാ നിർമ്മാതാക്കൾക്ക് കൊടുത്തിരുന്നു. മുതലും പലിശയും കൃത്യമായി നൽകിയില്ലെങ്കിൽ അത് വാങ്ങിയെടുക്കാൻ അവർക്ക് ഗ്യാങ്ങുമുണ്ട്. അവർ അത് വാങ്ങിയെടുത്തോളൂ. ഒരുപാട് അങ്ങനത്തെ കഥകളുണ്ട്. ഒരുപാട് അസാധാരണ മരണങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളുമൊക്കെ എന്താ പറയുക, ഇന്ത്യൻ സിനിമാ രംഗത്തെ ഈ സൗഹൃദങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വാർത്തകളും കോലാഹലങ്ങളും വരും. അപ്പോൾ പിന്നെ അത് കെട്ടണഞ്ഞ് മാഞ്ഞു പോകും. നമ്മളെ രജനീകാന്തിൻ്റെ ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ വിനായകൻ ചെയ്ത വർമ്മൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ടല്ല, തൻ്റെ എതിരാളികളെ വലിയ എന്താ പറയുക, ഒരു മദ്ദളം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഭരണി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ ഒരു പെട്ടിക്കകത്ത് സൈനൈഡ് വെച്ച, അല്ലെങ്കിൽ പെട്ടിയല്ല ഭരണിക്കകത്ത് സൈനൈഡ് നിറച്ചിട്ട് അതിനകത്തേക്ക് അയാളുടെ എതിരാളികളെ ഉരുക്കിക്കളയുന്ന സീനുണ്ടല്ലോ. അവസാനം ബർമ്മനായ വിനായകനും അതിനകത്ത് പോയിട്ട് വന്നു. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് എന്നോട് സിന്ധു ചോദിക്കുകയുണ്ടായി. ഇതും ഇതിലപ്പുറവും നടക്കുന്ന രാജ്യമാണ് നമ്മളാരുടെയോ ഭാഗ്യത്തിന് ജീവിക്കുന്നതെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. തൻ്റെ എതിരാളികളെ, തൻ്റെ പിന്നാലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ, തന്നോടൊപ്പം നടന്ന് തന്നെ ചതിക്കുന്ന, ഒറ്റി കൊടുക്കുന്നവരെ ഒക്കെ സൈനൈഡിലിട്ട് തെളിവിന് ഒരു എല്ലും കഷ്ണം പോലും കിട്ടാതെ തീർക്കുന്ന കഥകൾ നമ്മുടെ നടൻ ശ്രീനിവാസൻ പറഞ്ഞെനിക്കറിയാം. ബോംബെ അധോലോകത്തിൽ നടക്കുന്ന കഥകൾ എന്നോട് ഒരുപാട് വിസ്തരിച്ച് ഷീനിച്ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഷീനിച്ചേട്ടനടക്കം നമ്മുടെ സിനിമയിലെ വമ്പന്മാരൊക്കെ, അവരെയൊക്കെ കാണണമെന്ന് അല്ലെങ്കിൽ പരിചയപ്പെടണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം നേടിയ അധോലോക നായകനെ ദുബായിൽ വെച്ച് ഒരു രാത്രി രഹസ്യമായി ഏതോ ഒരു സങ്കേതത്തിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടതും ക്ഷീണിച്ചേട്ട എന്നോട് പറഞ്ഞെനിക്കറിയാം. രാജ്യം തപ്പുന്ന ഒരാളെ നമ്മൾ പോയി കാണുന്നത് തെറ്റല്ലേ എന്ന ചോദ്യത്തിന് അവിടെ സുഗമമായി പ്രോഗ്രാം നടക്കണ്ടേ ദിനേശ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. തടി കേടാവാതെ നാട്ടിൽ തിരിച്ചെത്തണ്ടേ? ഇതായിരുന്നു ഷീനിച്ചേട്ടൻ്റെ ഉത്തരം. കള്ളക്കടത്തിന് പോയതിനാൽ പിടിക്കപ്പെട്ട് ഞാൻ ദേശീയ സുരക്ഷിതത്വ നിയമം അനുസരിച്ച് ശിക്ഷിച്ച് ജയിലിൽ കിടന്നിട്ടുള്ളതിനാൽ ജയിലിൽ കിടക്കുന്നതിൻ്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പരസ്യമായ ഒരു സിനിമാ നിർമ്മാതാവും തിയേറ്റർ മുതലാളിയും ഒക്കെ ആയ ഒരാൾ വാർത്തയിൽ ലൈവിൽ പറഞ്ഞപ്പോൾ, അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇയാളെയൊക്കെ ആണല്ലോ ഞാൻ ചർച്ചകളിൽ വെല്ലുവിളിക്കുന്നത് എന്ന് അറിയാതെ ഞാൻ ഓർത്തുപോയി. എനിക്കൊരു കിടിലം ഉണ്ടായി. അയ്യോ, ഇയാൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളാണ്. ദേശീയ സുരക്ഷിതത്വ നിയമം അനുസരിച്ച് കള്ളക്കടത്തിന് ജയിലിൽ കിടന്നിട്ടുണ്ട്. അഭിമാനത്തോടെയാണ് പുള്ളി പറഞ്ഞത്. കോടുകൾ വന്ന് മറിയുന്ന രംഗമാണല്ലോ സിനിമ. ഗ്ലാമർ ലോകമാണല്ലോ സിനിമ. വിയർക്കാതെ കത്തിയും തോക്കും കൊണ്ട് കാശുണ്ടാക്കുന്നവർ സിനിമയിലേക്ക് നോക്കുക സ്വാഭാവികമാണ്. ഒരു അധോലോക നായകന് കിടന്നുകൊടുത്താൽ സിനിമ ഇൻഡസ്ട്രിയെ തൻ്റെ കാൽ കീഴിൽ അമ്മാനമാടാം എന്ന് ഒരു പുതുമുഖ നായിക ചിന്തിച്ചാൽ നമ്മൾ ആരെയാണ് കുറ്റം പറയുക? നമുക്കെല്ലാ ഫ്രീഡം കിട്ടും. മറ്റേ അയാളില്ലേ അധോലോക നായകൻ ഗുണ്ട, അവൻ്റെ കീപ്പാണ് എന്ന് പറഞ്ഞാൽ ഒരുത്തനും വരുമോ എന്ന് കേൾക്കില്ല. ഒരുപാട് സേഫാണ്, ഒരുത്തന് കിടന്നു കൊടുത്താൽ മതിയല്ലോ. ബോംബെയിൽ അങ്ങനത്തെ ഒരുപാട് നാറുന്ന കഥകളുണ്ട്. ഗതികേട് കൊണ്ടായിരിക്കും. കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് മെമ്പർ എന്നതിനേക്കാൾ ഇന്ത്യൻ സിനിമയിലെ ബഹുമാനിതയായിരുന്നു എന്താ പറയുക, മരിച്ചുപോയ നർഗീസ് ദത്ത്. നർഗീസ് എന്ന് പറഞ്ഞ നടിയെ നിങ്ങൾക്കറിയാമല്ലോ. അത് അവരുടെ ഭർത്താവ് സുനിൽ ദത്തും പ്രശസ്തനായ ഹിന്ദി നടനായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും മകനായി ജനിച്ച സഞ്ജയ് ദത്തിനുണ്ടായ ദുരനുഭവം നമ്മൾ മറക്കാറായിട്ടില്ല. 1993 ബോംബെ സ്ഫോടന കേസിനോട് അനുബന്ധിച്ച് പോലീസ് അന്വേഷണത്തിൽ ലൈസൻസ് ഇല്ലാത്ത ആയുധങ്ങൾ AK-47 അടക്കം കൈവശം വച്ചതിനും തീവ്രവാദ ബന്ധവും കുറ്റം ചുമത്തി 6 വർഷക്കാലമാണ് സഞ്ജയ് ദത്തിനെ
ജയിലിലിട്ടത്. നമുക്ക് മറക്കാറായിട്ടില്ല അതൊന്നും. അതും 34-ാമത്തെ വയസ്സിൽ. ആഡംബര അപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സഞ്ജയ് ദത്ത് ഇപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വില, ബോംബെയിൽ അദ്ദേഹം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വില 40 കോടി രൂപയുള്ളൂ കേട്ടോ. വളരെ കുറഞ്ഞ അപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ദുബായിലാണെങ്കിൽ കൊട്ടാരം പോലത്തെ വീടുണ്ടെന്ന് പറയുന്നു. ബാക്കി എവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. 295 കോടിയാണ് ഈ വർഷം സ്വന്തമായി ഉള്ളതെന്ന് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പറഞ്ഞിട്ടെന്ത് ഫലം? അഴിക്കുള്ളിൽ 6 വർഷം കിടന്നു. മലയാള സിനിമയിൽ അധോലോക ബന്ധകഥ ഒന്ന് നേരത്തെ പറഞ്ഞതാണ് നമ്മളെ നിർമ്മാതാവും തിയേറ്ററുകാർ മുതലാളിയേരി. എന്നാൽ അധോലോക നായകന്മാരുമായി എനിക്ക് അടുത്ത സൗഹൃദമുണ്ടെന്ന് പരസ്യമായി പറഞ്ഞ ഒരു നിർമ്മാതാവുണ്ട്. സിനിമയെയും സിനിമയിലെ സുഹൃത്തുക്കളെയും സ്നേഹം കൊണ്ട് സിനിമ പിടിക്കാനിറങ്ങി കോടികൾ നഷ്ടപ്പെടുത്തിയ മുഹമ്മദ് ബാപ്പു എന്ന് പറഞ്ഞ ആളാണ് പരസ്യമായി പറഞ്ഞു, എനിക്ക് അധോലോക നായകന്മാരുമായിട്ട് ബന്ധമുണ്ട്. സോപ്രാണത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. കെ ജി ജോർജിൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ, കെ ജി ജോർജിൻ്റെയും കബീർ റാവുത്തറുടെയും ഒക്കെ ആദ്യത്തെ സിനിമകൾ നിർമ്മിച്ച മനുഷ്യനാണ് മുഹമ്മദ് ബാപ്പു. മണ്ണിൽ നിന്നുകൊണ്ട് നക്ഷത്രങ്ങളെ സ്നേഹിച്ച ജന്മമാണ് മുഹമ്മദ് ബാപ്പു എന്നാണ് നമ്മുടെ നടൻ വി.കെ. ശ്രീരാമൻ ബാപ്പുവിനെ വിലയിരുത്തിയിട്ടുള്ളത്. താരങ്ങളോടൊപ്പം വിഹക ജീവിതം കൊതിച്ച, സ്വയം ഉരുകി ഓടി ഓടി ഉണ്ടാക്കിയതെല്ലാം കലയുടെ വികായസിൽ വിതറിപ്പോയ ഹതഭാഗ്യനായ മുഹമ്മദ് ബാപ്പു. താങ്കളുടെ ജീവിതത്തിൽ സമ്പാദിച്ച ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് റാഫിയുമായിട്ടുള്ള സൗഹൃദമെന്നും നാവിലെ മറക്കാനാവാത്ത രുചി എന്താണെന്ന് ചോദിച്ചാൽ റാഫി സാഹിബിൻ്റെ വീട്ടിലെ ചായ എന്നും ആയിരിക്കും ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരം പറയുക. ജോൺ അബ്രഹാമിൻ്റെയും അരവിന്ദിൻ്റെയും ലതാ മങ്കേഷ്കറിനെയും ഒക്കെ പറ്റി പറയുമ്പോൾ മുഹമ്മദ് ബാപ്പുവിൻ്റെ മുഖം നിറസദ്യ പോലെ ചുവന്നു തൊടുക്കുന്ന മുഖമായിരിക്കുമെന്നാണ് ശ്രീരാമൻ പറയുന്നത്. വരദരാജ മുതലയാർ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, അധോലോക നായകനായിരുന്നല്ലോ. വരദരാജ മുതലയാരുടെയും ഹാജി മസ്താനിയും ഒക്കെ തൊട്ടു വന്നിച്ച, മനസ്സിൽ വൈക്കം ചന്ദ്രശേഖരൻ നായരെയും മാധവിക്കുട്ടിയെയും കുടിവെച്ച് ആരാധിച്ച എന്താ പറയുക വിചിത്ര മനുഷ്യനായിരുന്നു മുഹമ്മദ് ബാപ്പു. 4ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അങ്ങനെ ഇവിടെ നിന്ന നാട്ടിൽ നിന്ന പ്രശ്നമാവെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുള്ള മുംബൈക്ക് കയറ്റിവിട്ടു. അവിടുത്തെ വാണിഭ തെരുവിലേക്കാണ് അദ്ദേഹത്തെ വലിച്ചെറിയപ്പെട്ടതെന്ന് പറയാം. അവിടെ നിന്നാണ് സ്വപ്നാടനം എന്ന സിനിമയിൽ തുടങ്ങി സിനിമാ നിർമ്മാതാവായി മാറി, വിതരണക്കാരനായി മാറി. മുംബൈയിൽ കുടിയേറിയ ആദ്യകാല മലയാളികളിൽ ഒരാളാവും മുഹമ്മദ് ബാപ്പു. ഇമ്പിച്ചി ബാബയോടൊപ്പം ജാഥയിൽ പാടി നടന്ന മനുഷ്യനുമായിരുന്നു മുഹമ്മദ് ബാപ്പു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എന്താ പറയുക കാൽനട പ്രചരണ ജാഥയിലൊക്കെ പാടി നടന്ന മനുഷ്യനാണ് ഇമ്പിച്ചി ബാബയോടൊപ്പം. രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലിയിൽ നിന്ന് മുഖ്യമന്ത്രി കെ കരുണാകരനിൽ നിന്നും ഒക്കെ നേരിട്ട് അവാർഡുകൾ വാങ്ങിയ മുഹമ്മദ് ബാപ്പുവിനെ പറ്റി ഒരു എപ്പിസോഡ് തന്നെ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തെക്കുറിച്ചുള്ളത് ഇവിടെ നിർത്താം. പറയാൻ വന്നത് സിനിമയിൽ അധോലോകത്തിൻ്റെ ബന്ധമാണല്ലോ. ദാവൂദ് ഇബ്രാഹിം എന്ന പേരിൽ ഒരു സിനിമ വരുന്നു എന്ന വാർത്ത വന്നതോടെ ആ സിനിമ അകാല ചരമമടഞ്ഞ നാടാണ് കേരളം. അതിൻ്റെ നിർമ്മാതാവ് സംവിധായകനെന്ന് ഞാൻ പറയുന്നില്ല. ദാവൂദ് ഇബ്രാഹിം എന്നായിരുന്നു സിനിമയുടെ ടൈറ്റിൽ. കോടികൾ വന്നു പറയുന്ന സിനിമയിൽ അധോലോക കാശുമുണ്ട് എന്നതൊരു പരമമായ സത്യമാണ്. അത് പല രീതിയിൽ പല വഴികളിൽ വരുന്നു. കൊടുക്കുന്നവനും വാങ്ങുന്നവനും മാത്രം അറിയുന്ന ബിസിനസ്, ബ്ലാക്ക് മണി വൈറ്റാക്കുന്ന കച്ചവടം. മാന്യമായി ചെയ്യാൻ അവരും മാന്യരായിരിക്കും. മാന്യമായി ചെയ്താൽ പൈസ വാങ്ങുന്നവൻ മാന്യമായി ചെയ്താൽ അവരും മാന്യമായിട്ടേ പെരുമാറുള്ളൂ. ചതിച്ചാൽ ഒരു കാർ അപകടത്തിലോ ആത്മഹത്യയിലോ തീരും. ഒരു ആരോഗ്യമന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കേരളത്തിൽ. എത്ര പേർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഒരു വലിയ മരുന്ന് കമ്പനിക്കാരനെ പറ്റിച്ചു മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ. കതറക്കിട്ടോണ്ടാണ്. ഒടുവിൽ പറ്റിച്ച കാശ് ആ മരുന്ന് കമ്പനിക്ക് അവരുടെ ഓഫീസിൽ കൊണ്ടുകൊടുത്ത് മകളെ മോചിപ്പിച്ച വാർത്ത കേരളത്തിലെ 2 കണ്ണും 2 കാതും ഒക്കെ കൂർപ്പിച്ചിരിക്കുന്ന ഒരു പത്രമുത്തശ്ശിമാരും
കാണില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു ഒറ്റ കാലത്തിൽ ആ വാർത്തയെ ഒതുക്കിക്കളഞ്ഞു. ശബരിമലയ്ക്ക് 5 വർഷത്തേക്കുള്ള ശർക്കര വാങ്ങി അടുക്കി വെച്ച് അത് വർഷങ്ങളോളം ഇരുന്ന് അലിഞ്ഞലിഞ്ഞ് മെൽറ്റായി ലക്ഷങ്ങൾ തട്ടിയെടുത്തപ്പോഴും സ്ഥലം മാറ്റം, മരുന്ന് വാങ്ങൽ, ജോലി നൽകൽ, പ്രൊമോഷൻ, കെട്ടിടം കെട്ടൽ തുടങ്ങി എല്ലാത്തിലും ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കമ്മീഷൻ അടിച്ച പോലെ അധോലോക സഹായമുള്ള മരുന്ന് കമ്പനിയെയും പറ്റിക്കാമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കരുതിയത്. അന്ന് 2 പെൺമക്കളാണ് തനിക്കെന്ന കാര്യം പോലും അയാൾ മറന്നു. മോളെ പൂ പോലെ അടിച്ചോണ്ടങ്ങ് പോയി. അധോലോകം മാപ്പ് പറഞ്ഞ് കാശ് കൊടുത്ത് മോളെ തിരിച്ചു വാങ്ങി ഇങ്ങ് കൊണ്ടുവന്നു. ഇതും കേരളത്തിൽ നടന്ന സംഭവമാണ്. പക്ഷേ വാർത്തകളിൽ വലിയ ഇടം നേടിയില്ല. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. 1 or 2 പടം ഓടിയാൽ കോടികളാണ് ഇന്ന് സിനിമാക്കാർക്ക് ശമ്പളം. പൈസ വന്ന് കുമിയുമ്പോൾ ആഗ്രഹവും കൂടും, അത് സ്വാഭാവികം. ഏത് വഴിയിലും 10 കാശുണ്ടാക്കാൻ തോന്നും. അപ്പോൾ അവിടെയാണ് സിനിമാക്കാരൻ എന്ന് പറയുന്ന മണ്ടൻ ആപ്പിലാകുന്നത് എന്ന് ഞാൻ പറയും. 5 തലമുറയ്ക്ക് തിന്നാലും തീരാത്തത്ര കാശ് 2 മക്കൾക്കായി മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ സമ്പാദിച്ചിട്ടുണ്ട്. ആരും അത് തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 മക്കൾക്കും അവരുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും എന്ന് പറഞ്ഞാൽ 5 തലമുറയ്ക്ക് തിന്നാലും തീരാത്തത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നേരെ മറിച്ച് മഞ്ചേരിയിലൊരു കേസില്ലാ വക്കീലായിരുന്നെങ്കിലോ കഷ്ടമായിരിക്കും ജീവിതം. പോരെങ്കിൽ മകൻ 10 തലമുറയ്ക്കുള്ളത് ഇപ്പം സമ്പാദിക്കുന്നുണ്ട് സ്വന്തമായിട്ട്. 30 കോടി മുടക്കി 280 കോടി നേടുന്ന സിനിമ പോലും നമ്മുടെ ദുൽഖറിന് സ്വന്തമാണല്ലോ. ഇപ്പോൾ നല്ലത്, കൊതുക്കിറവെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് അയാളുടെ ഭാഗ്യം. പക്ഷേ ഇപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ബാപ്പ ഒരു കാറുകളുടെ പ്രേമിയാണ്. ഭയങ്കര പ്രേമം കാറിനോടും ഡ്രൈവിങ്ങിനോടും ഉള്ള ആളാണല്ലോ. പുതിയ ഒരു കാർ എത്ര കോടിക്കുള്ളത് ഇറങ്ങിയാലും അദ്ദേഹം സ്വന്തമാക്കും. എന്നിട്ട് അതിന് 3, 6, 9 എന്ന് പറഞ്ഞ നമ്പരും വാങ്ങും. കുറേ നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ഓടിച്ച് മടുക്കുമ്പോൾ ചിലതൊക്കെ അദ്ദേഹം അങ്ങ് വിൽക്കും. അത് പറയുന്ന വില കൊടുത്ത് വാങ്ങി ഇത് നമ്മുടെ മമ്മൂക്കയുടെ കാറാണെന്ന് പറഞ്ഞ് ഗമയിൽ കൊണ്ടു നടക്കാൻ കേരളത്തിലെ ചില ജില്ലകളിലെ കണക്കിൽപ്പെടാത്ത കാശുള്ള ചെക്കന്മാരുണ്ട് ഇഷ്ടം പോലെ. ഇങ്ങനെ ഏറ്റവും കുറഞ്ഞത് നമുക്ക് 100 കാറൊന്നുമല്ല, അതിൽ കൂടുതലെങ്കിലും അദ്ദേഹം മറച്ചു വിറ്റിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് അദ്ദേഹത്തിന് എന്ന് ഞാൻ പറയും. കാരണം 100 അല്ല, എന്നാലും നമുക്കൊരു 100 നിർത്താം, അതിലും അപ്പുറം വരാം എന്നുള്ളതാണ് സത്യം. വീട്ടിൽ ഗ്യാരേജ് പണിത് നെടുനീളത്തിൽ ഗ്യാരേജ് പണിതാണ് അദ്ദേഹം വർക്ക്ഷോപ്പുകളിലൊക്കെ കാറിട്ടിരിക്കുന്നത് പോലെ സ്വന്തം കാറുകൾ നിരത്തിയിട്ടിരിക്കുന്നത്. 3, 6, 9 ഉള്ള കാറുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊണ്ടിട്ടിരിക്കുന്ന കാറുകൾ പോലെയാണ്. അപ്പോൾ പണ്ടുള്ളവർ പറയും നിന്ന് പെടുക്കുന്ന അപ്പൻ്റെ മോൻ നടന്നു പെടുക്കും. അങ്ങനെ നടന്നു പെടുക്കും എന്ന് പറഞ്ഞ കണക്കാണ് മോനും. നല്ലൊരു കാർ പ്രേമം ദുൽഖറിനും വരിക സ്വാഭാവികം. നെയ്വരുത്ത അപ്പത്തിനാണോ പഞ്ഞം എന്ന് പണ്ടുള്ളവർ ചോദിക്കും. ദുൽഖറിൻ്റെ വീട്ടിലും ഉണ്ട് ഗ്യാരേജ്. ആയിക്കോട്ടെ, ഗ്യാരേജോ വർക്ക്ഷോപ്പോ കല്യാണ മണ്ഡപം പോലെ കെട്ടി അതിൽ കെട്ടി തൂക്കിയിട്ട് എന്ത് വേണം ചെയ്യട്ടെന്നേ. ലുട്ടിലൊടുക്ക് കന്നഡ തെലുങ്ക് സിനിമകൾ മോശമല്ലാത്ത തുക കൊടുത്ത് വാങ്ങി മലയാളമാക്കി കളിച്ച് അരിക്കുള്ള അന്നത്തിനുള്ള വക തേടുന്ന കുറച്ച് പേരുണ്ട് മലയാള സിനിമയിൽ. എനിക്കറിയാം പലരെയും. ഇപ്പോൾ അതെല്ലാം കൂടി വലിയ വിലയ്ക്ക് വാങ്ങി മൊഴിമാറ്റി കളിച്ച് ദുൽഖർ ഇപ്പോൾ അതിലും കാശുണ്ടാക്കുന്നു. എന്നോട് ദൈന്യതയോടെ ഇത്തരം സിനിമകൾ വാങ്ങിച്ച് ഡബ് ചെയ്ത് തിയേറ്ററിൽ കളിച്ചിരുന്ന ഒരു മുതലാളിയാണ് എൻ്റെ പറഞ്ഞത്, നമ്മളെയൊക്കെ വയറ്റിലടിക്കുകയാണ് ചേട്ടാ ഈ ദുൽഖർ. അയാളും മമ്മൂട്ടിയും കൂടെ എത്ര 1000 കോടി ഉണ്ടാക്കി കാണും ചേട്ടാ. പക്ഷേ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ പിടിച്ചിടുകയാണ്. നമ്മളൊരു 25 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം കൊടുത്ത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ പടം 60 ലക്ഷത്തിന് വാങ്ങിച്ച് ഡബ് ചെയ്ത് കളിക്കും. അതായത് പൈസ വന്ന് കയറുമ്പോൾ പിന്നെ എങ്ങനെയൊക്കെ പൈസ ഏതെല്ലാം വഴി കൂടെയൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ആക്രാന്തം കൊണ്ടായിരിക്കാം. എന്തിനായി ചേട്ടാ ഈ പയ്യൻ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ പിടിച്ചിടുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പാവം സത്യത്തിൽ കഷ്ടം തോന്നി. പിന്നെ ബാബയേക്കാൾ വലിയ ബ്രാൻഡ് അംബാസഡറാണ്. നിറയെ പരസ്യങ്ങളും ഉദ്ഘാടനവും ഉണ്ട്. ഇങ്ങനെ എന്തെല്ലാം കിട്ടുമോ, ഏതെല്ലാം വഴിയിൽ കാശുണ്ടാക്കാമോ ആ വഴിയെല്ലാം പോകുന്ന പയ്യൻ ആയിക്കോട്ടെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അവൻ്റെ ഒരു സ്ഥിരോത്സാഹം അല്ലെങ്കിൽ അവൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹമായിരിക്കാം. കേരളത്തിൽ യൂസഫ് അലി ബായിയേക്കാളും മോളിൽ പോകണമെന്ന് ചിലവും മനസ്സിൽ ആലോചിക്കുന്നതായിരിക്കാം. അവൻ 1000, 1500 കോടി ഉണ്ടാക്കിട്ടെന്നേ.
അപ്പോൾ അതിനു വേണ്ടി അവൻ എന്തും ചെയ്യും, കൊച്ചു പയ്യനാണെങ്കിലും. പക്ഷേ അപ്പോഴും എനിക്ക് ദുൽഖറിനോട് പറയാൻ ഒരു കാര്യമുള്ളൂ, ഉച്ചയ്ക്ക് ദുൽഖറിന് ഒരിക്കലും 2 ഊണ് ഉണ്ണാൻ പറ്റില്ല. 4 കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യാനും പറ്റില്ല. ഈ ഗ്യാരേജിൽ 50 കാർ വാങ്ങിച്ചിട്ടാലും ഒരു കാറിലെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലേ ദുൽഖറെ? 4 കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ? ഹോട്ടലിൽ കയറി 2 ഊണ് അല്ലെങ്കിൽ രാത്രിയുള്ള അത്താഴം 2 അത്താഴം ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. തമിഴിലെ സൂര്യ എന്ന് പറഞ്ഞ ശിവകുമാറിൻ്റെ മകനുണ്ടല്ലോ, സൂര്യയൊക്കെ കണ്ടു പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റിനോട് പറയില്ല. കാരണം അയാൾ ഒരു മണ്ടനാണ്. 100 കണക്കിന് തമിഴ് മക്കളെ എഞ്ചിനീയറിങ്ങിനും ഡോക്ടറാവാനും വക്കീലന്മാരാകാനും ഒക്കെ വർഷം തോറും കോടികൾ മുടക്കി സൂര്യ പഠിപ്പിക്കുന്നു. അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അയാളെ എവിടെയെങ്കിലും വെച്ച് കണ്ട കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്ന് തോന്നി. 100 കണക്കിന് തമിഴ് പാവങ്ങളെയാണ് അയാൾ വക്കീലാവാൻ LLBക്ക് പഠിപ്പിക്കുന്നു, ഡോക്ടറാവാൻ വേണ്ടി MBBS പഠിപ്പിക്കുന്നു, എഞ്ചിനീയറിങ്ങിന് പഠിപ്പിക്കുന്നു. അത്തരം സക്കാത്തുകളൊന്നും 5 നേരം നിസ്കരിക്കുന്ന ദുൽഖർ ചെയ്യണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതൊന്നും നിങ്ങൾ ചെയ്യണ്ട. നേരത്തെ പറഞ്ഞ കണക്ക് സിനിമ കൊണ്ട് ജീവിക്കാൻ വക തേടുന്നതിൻ്റെ പാത്രത്തിൽ ദയവായി കൈയിട്ട് വാരായിരുന്നാൽ മതി എന്ന് ഞാൻ പറയാൻ വന്നത്, കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ ബാധിക്കുന്ന തരത്തിൽ ഭൂട്ടാൻ എന്ന കൊച്ചു രാജ്യത്ത് നിന്നും നിസാൻ അടക്കമുള്ള വലിയ വിലയുള്ള ആഡംബര കാറുകൾ നേരായ വഴികളിലൂടെ അല്ലാതെ ഇന്ത്യയിലെത്തിച്ച് അത് ഏജന്റന്മാർ വഴി സിനിമാക്കാർക്കും പുത്തമ്പണക്കാർക്കും വലിയ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി നിരീക്ഷിച്ച് പിടിക്കാൻ തയ്യാറെടുത്തപ്പോൾ ആ ലിസ്റ്റിൽ ദുൽഖറും കയറിപ്പറ്റി എന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് വലിയ സങ്കടം തോന്നി. ഈ പയ്യൻ എന്ത് പറ്റിയെന്ന്. നിസാൻ കാർ ഇറക്കണമെങ്കിൽ കൈ കാശില്ലാത്തതുകൊണ്ടാണോ? 30 കോടി മുടക്കിയവന് 250 കോടി കിട്ടാമെങ്കിൽ പ്രോപ്പർ വഴിയിലല്ലേ ഇറക്കാനുള്ളത്. വലിയ മതിലും കൂറ്റം ഗേറ്റും വെച്ചാൽ ഫാൻസ് പിള്ളേർ കാണില്ലായിരിക്കും അതിനകത്ത് എന്തൊക്കെ നടക്കുന്നു. രഹസ്യാന്വേഷണ വിഭാഗം കാണുമെന്ന് ദുൽഖർ അറിഞ്ഞു കാണില്ല. ദുൽഖറിൻ്റെ വീട്ടിൽ കയറി എൻഫോഴ്സ്മെൻറ്റ് കസ്റ്റംസുകാർ ചെകഞ്ഞ് 2 കാറുകൾ കിട്ടിയതും കൊണ്ട് അവർ മടങ്ങി. പിന്നാലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും എത്തും, ED. അപ്പോൾ EDയും കൂടി കസ്റ്റംസ് പ്രിവെൻറ്റീവിൻ്റെ കൂടെ എത്തുമ്പോൾ ലോകയിൽ കിട്ടിയ കോടികളുടെ കണക്കും എങ്ങോട്ടൊക്കെ ചെലവിട്ടു എന്ന കണക്കും ഒക്കെ തപ്പുക സ്വാഭാവികമാകും. അപ്പോൾ കോളായിരിക്കും വരും ദിവസങ്ങളിൽ. ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം.